ഈശോയുടെ തിരുഹൃദയത്താൽ സ്നേഹിക്കപ്പെടുന്നവരെ, തിരുഹൃദയത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് ധ്യാനിക്കുകയും വിചിന്തനം ചെയ്യുകയും ചെയ്യുന്ന മാസത്തിലൂടെയാണല്ലോ നാം കടന്നു പോവുക. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് നാം ധ്യാനിച്ചു. ഇന്ന് നാം പ്രത്യേകമായിട്ട് ധ്യാനിക്കുക ഈശോ എളിമ എന്ന പുണ്യം എപ്രകാരമാണ് തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നത് എന്നതിനെക്കുറിച്ച് തന്നെയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങളുടെ കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. തിരുഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നാണ് എളിമ എന്ന പുണ്യം അവൻ ജീവിതത്തിലൂടെ കാണിച്ചു തന്നുവെന്നത്. എപ്രകാരമാണ് ഈ എളിമ എന്ന പുണ്യം നമ്മളെ കാണിച്ചു തന്നതെന്ന് ചോദിച്ചാൽ അത് അപരൻ്റെ പാദത്തോളം താണുകൊണ്ടാണ് ഈശോ ഈ മാതൃക നമുക്ക് നൽകുക. ക്രിസ്തീയ കുടുംബങ്ങളിൽ വൈകുന്നേരങ്ങളിൽ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ്: ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, എൻ്റെ ഹൃദയം അങ്ങേ ഹൃദയം പോലെയാക്കണമേ എന്ന്. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിൽ നമ്മൾ എന്താണ് ഈശോയുടെ തിരുഹൃദയത്തോട് പ്രാർത്ഥിക്കുക എന്നത്? നമ്മൾ പ്രാർത്ഥിക്കുന്നത് പ്രകാരമാണ്: ഈശോയെ, നീ ജീവിതത്തിൽ കാണിച്ചു തന്ന എളിമയെന്ന പുണ്യം അതെൻ്റെ ജീവിതത്തിൽ ഭാഗമാക്കുവാൻ, എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു സ്വഭാവമാക്കി മാറ്റുവാൻ എന്നെ സഹായിക്കണമേ എന്ന്. എപ്രകാരമാണ് അപരൻ്റെ പാദത്തോളം താഴുവാനായിട്ട് സാധിക്കുക എന്ന് ചോദിച്ചാൽ, സമൂഹം ചാർത്തി തന്നിട്ടുള്ള ചില മേലങ്കികൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് അഴിച്ചു മാറ്റുമ്പോൾ മാത്രമാണ് അതിനെനിക്ക് സാധ്യമാവുക. അധികാരത്തിൻ്റെയും കുടുംബ മഹിമയുടെയും തലക്കനത്തിൻ്റെയും സ്ഥാനമാനങ്ങളുടെയും ഒക്കെ മേലങ്കികൾ അഴിച്ചു വെച്ച് ശുശ്രൂഷയുടെ അരക്കെട്ട് കെട്ടുമ്പോൾ മാത്രമാണ് അപരൻ്റെ പാദത്തോളം താഴുവാനായിട്ട് എനിക്ക് സാധിക്കുക. പാദം കഴുകുന്നത് ഒരു അടിമയുടെ വേലയായിരിക്കെ നിങ്ങളും ഇതുപോലെ ചെയ്യുവനെന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യരുടെ പാദങ്ങൾ കഴുകി സ്നേഹത്തിന് പുതിയ നിർവചനം നൽകുന്ന ഈശോയെ നാം കാണുന്നു. താഴ്ന്നു കൊടുക്കുവാനും ചതിക്കുന്നവൻ്റെയും വേദനിപ്പിക്കുന്നവൻ്റെയും പാദങ്ങൾ കഴുകി ചുംബിക്കുവാനുമുള്ള ആർജവം കുടുംബത്തിലും സമൂഹത്തിലും നാം പ്രകടിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്വഭാവം ഞാനും നിങ്ങളും സ്വന്തമാക്കുകയാണ്. അർത്ഥമായിട്ട് നമുക്കും പ്രാർത്ഥിക്കാം: ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, എൻ്റെ ഹൃദയം അങ്ങേ ഹൃദയം പോലെയാക്കണമേ. ആമേൻ.